ഹായ് കൂട്ടുകാരെ, ഷിജു ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നങ്ങനെ ഞായറാഴ്ച ദിവസമായിട്ട് ഞങ്ങള് ചിക്കൻ മേടിച്ചു. അപ്പൊ ശരണ്യ പറഞ്ഞ് ചിക്കൻ വറുത്താലോന്ന്. കാരണം നമ്മുടെ കൂട്ടുകാരിൽ ഒരാള് പറഞ്ഞായിരുന്നു ചിക്കൻ കൊണ്ട് ഒരു ഐറ്റം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനോർത്ത് ചിക്കൻ കൊണ്ട് ഞാനൊക്കെ ഇപ്പൊ വറക്കാമെന്ന് പറഞ്ഞു. അതാകുമ്പോ പെട്ടെന്നല്ലേ. അതെ, ചിക്കൻ കറിയൊക്കെ ഇട്ടിട്ടുണ്ടെന്നാ തോന്നണ വീഡിയോയിൽ. എന്നാലും ചിക്കന് കറിയും വെക്കുന്നുണ്ട്, ചിക്കൻ വറക്കുന്നുമുണ്ട്. രണ്ട് രീതി ചെയ്യുന്നുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് കമന്റ് ഒക്കെ തന്ന എല്ലാവർക്കും ഒരുപാട് ചേച്ചി ഇവിടെ തിരക്കി വന്നായിരുന്നു. ഇന്നലെ ശരണ്യനെ തിരക്കി ഒരു ചേച്ചി ഇവിടെ വന്നു. എന്താ പേര്? സുജാത ചേച്ചി. അമ്മ അവിടെ നിന്ന് പറഞ്ഞു സുജാത. അപർണ എന്ന് പറയുന്ന മോള് സുജാത ചേച്ചി. ഇവർ രണ്ടുപേരും കൂടി 2 വീലറെ തിരക്കി വന്ന് ശരണ്യനെ കാണാൻ വേണ്ടി. അപ്പൊ അങ്ങനെ എല്ലാരും കണ്ട, നല്ല പ്രത്യേകിച്ച് ശരണ്യ എന്നേ പറഞ്ഞത്. അപ്പൊ അവർക്കും കുടുംബത്തിനും ഹായ്. പിന്നെ എല്ലാവർക്കും ഹായ്. അങ്ങനെ പേരെടുത്ത് പറയുന്നില്ലല്ലേ? നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത് ശരണ്യ. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഞായറാഴ്ച ഒരു സന്തോഷ ദിനമാകട്ടെ. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു സന്തോഷ ദിനം ആകട്ടെ. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? നമുക്ക് പോയേക്കാം. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് അടുക്കളയിലായിട്ട് പോയേക്കാം. നമ്മുടെ അമ്മ അടുക്കളയിൽ നിപ്പുണ്ട്. അപ്പൊ എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് അടുക്കളയിലായിട്ട് പോയേക്കാം. കുട്ടികളെ, അമ്മ അടുക്കളയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? പോയേക്കാം. പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിച്ചിട്ടുണ്ട്. 2 പേരും ഓരോന്ന കഴി. ഞങ്ങളും പുഴുങ്ങാതെ കഴിച്ചു 2 പേര്. ഞങ്ങൾ എല്ലാ ദിവസവും ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കാറുണ്ട്. പുഴുങ്ങിയ കഴിക്കുള്ളൂ 2 പേര്. അതെ. അപ്പൊ നമുക്ക് ഏത്തപ്പഴം തിന്നിട്ട് ശരി. തന്നെ എന്തോ നമ്മുടെ ചിക്കനൊക്കെ വൃത്തിയാക്കിയാണ്. ചിക്കൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. കണ്ട, നല്ല അടിപൊളി ചിക്കൻ പീസൊക്കെയാണല്ലേ? അപ്പൊ ഇനി ഇത് രണ്ടായിട്ടാണ് കറി വെക്കുന്നത്. കറിയും വെക്കും, വറുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. ശരി. കറണ്ടില്ല. കറണ്ടില്ല. എന്നാ ശരണ്യ അത് ക്ലീൻ ചെയ്തിട്ട് വിളിക്കേ. ശരണ്യ ക്ലീൻ ചെയ്ത് തീർന്നില്ലേ? ഞാൻ വറക്കാനുള്ളത് ഒന്ന് കട്ട് ചെയ്ത് ഇച്ചിരി കനം കുറച്ചെടുക്കണ്ടായോ? അതെടുത്തോണ്ടിരിക്കും. അമ്മ എന്തോ കൊണ്ടുവന്നു. ഞാനിപ്പം വറക്കുന്നില്ല, മഞ്ഞപ്പൊടി പെരട്ടി വെക്കുക. മഞ്ഞപ്പൊടി പെരട്ടി ഈ ചിക്കൻ വെക്കുകയാണ്. അതെന്താ? ഇച്ചിരി പിടിക്കണം. പിടിച്ചിരുന്നിട്ട് നമ്മളിപ്പോ നമ്മളെ കറി വെക്കുന്നതാ. കറി വെച്ച് കാണിച്ചു നിങ്ങളെ. കറി വെക്കണത് നമ്മൾ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്. കറി വെച്ച് കഴിഞ്ഞ് കാണിക്കാം. അപ്പൊ ഈ ചിക്കൻ വറുക്കണ വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ കറി വെച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ വറുക്കണുള്ളൂ. അപ്പത്തെ നമ്മളെ കറണ്ടും. എന്നാ അപ്പൊ ഇത് മഞ്ഞപ്പൊടിയൊക്കെ പെരട്ടി വെക്ക്. ശരി. നമ്മുടെ അച്ഛനാണെങ്കിൽ പോകാനിടങ്ങിയെങ്കിലും സവോള കണ്ടപ്പോ അച്ഛൻ അരിഞ്ഞിട്ട് അച്ഛൻ പോണുള്ളു എന്ന് തീരുമാനിച്ചു. ശരണ്യയുടെ ചെറുത് കൊണ്ട് ഇതന്നെ അരിയണെല്ലാം താഴെ പോയാണ്. അത് വട്ടം അരിഞ്ഞില്ല, വട്ടം കട്ട് ചെയ്തിട്ട് വേണം. കണ്ട കൂട്ടുകാരെ, ഇതാണ് അച്ഛന്റെ പരിപാടി. അതുകൊണ്ട് ഇത് എടുക്കട്ടെ. ഇത് കണ്ട പിന്നെ അച്ഛൻ ഇതാണ് പരിപാടി. ഇത് ശരണ്യ ആ നേരത്ത് മഞ്ഞപ്പൊടിയൊക്കെ തേച്ചോണ്ടിരിക്കുകയാണ് അല്ലേ ശരണ്യ? ഇവിടെയൊക്കെ പാത്രം നിരന്നല്ല, അടുക്കള മൊത്തം. ആണല്ലേ? അതെ കൂട്ടുകാരെ, വീഡിയോയ്ക്ക് ഇരുട്ട് വേറൊന്നുമല്ല, ഇലക്ട്രിസിറ്റി നമ്മളെ ഒന്ന് ചതിച്ചു. അതെ. ശരണ്യ മഞ്ഞപ്പൊടിയൊക്കെ പെരട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ശരണ്യ? അതെ, അച്ഛൻ അരിഞ്ഞു വെച്ചത് കാണിച്ചു തരാം കൂട്ടുകാരെ. അപ്പൊ അങ്ങനെ എന്നാ അച്ഛൻ മൊത്തം അരിഞ്ഞെടുക്കുക. അമ്മ എന്ത് പണി ചെയ്യണമ്മ? കറി വെക്കാൻ പോകും. നമ്മുടെ
കറി വെപ്പ്. ശരണ്യയുടെ വക ചിക്കൻ പൊരി. ആ അമ്മേ, എന്തോ അമ്മയാണല്ലേ ഇന്നത്തെ ചിക്കൻ കറി ചിക്കൻ കറി ഞാനാണ് വെച്ചത്. കണ്ടാ കൂട്ടുകാരെ? അതെ ചിക്കൻ കറിയൊക്കെ വെച്ച് ചിക്കൻ കറി വെച്ചിരിക്കുന്നുണ്ട്. റെഡിയായി. ആ പിന്നെ തീ ഓഫ് ചെയ്തിട്ട് ഇച്ചിരി വേപ്പില കൂടി പുറമേ ഇടാം. ആ ഇന്നത്തെ ചിക്കൻ കറി അമ്മയുടേത്, ഞാൻ എന്റെ ചിക്കൻ കറി. ചിക്കൻ വറുത്തത് ശരണ്യ. തോരനും അത് ഞാൻ അമ്മ വറുത്തോളാൻ പറഞ്ഞു. ആ പിന്നെ തോരനുണ്ടല്ലേ നമുക്ക്. തോരനുണ്ട്, അത് ശരണ്യ വറുക്കും ചിക്കൻ. കണ്ടാ കറി. തോരനും ചിക്കനും ഒക്കെ വറുത്തത് ഇച്ചിരി ശരണ്യ. വേപ്പിലയും കൂടി ആ, ഇടുമ്പോ ഒന്ന് ഇളക്കി കാണിച്ചാൽ ഒന്ന്. തിരിച്ചിളക്കമ്മ. ആ അതെ അങ്ങനെ. ആ അടിപൊളി അടിപൊളി സൂപ്പർ ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് കാണുമ്പോ തന്നെ അറിയാം. കപ്പലോടുന്നോ? അതെ അതെ. അപ്പൊ ഇനി എന്നാ വേപ്പില ഇടണം? ഇച്ചിരി വേപ്പില കൂടി ഇടണം. ആ ശരി. ശരണ്യ എന്തോ? ശരണ്യ അമ്മയുടെ പാചകം കണ്ടല്ലേ പഠിച്ചത്? അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞെന്നാ, മിക്കവരും കമന്റ് ഇട്ടിട്ടുണ്ട് ശരണ്യനെ ആര് പാചകം പഠിപ്പിച്ചെന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞു കൊടുത്ത്. എന്നെ അമ്മയാണ് പഠിപ്പിച്ചത്. ആഹാ. ഞാൻ ചെറുതിലെ ബുക്ക് നോക്കി പഠിച്ച് ആ ചില ഐറ്റംസ്. ആ ചിക്കനും ബീഫും എല്ലാം ഞാനാണ് പഠിപ്പിച്ചത്. ഞാൻ ചിക്കൻ വീട്ടിൽ വെച്ച് കൂട്ടല്. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ബീഫ് കൂട്ടാൻ തുടങ്ങിയത്. അതെ അതെ അത് എന്നെ കൂടെ ആദ്യമേ തിന്നിച്ചത് അച്ചാറിട്ട്, ആ ബീഫ് അച്ചാറ്. ബീഫ് അച്ചാറിട്ട് കൊടുത്ത് അത് നമ്മുടെ വീഡിയോക്കകത്ത് കിടപ്പുണ്ട്. അതെ അതെ അതെ. ബീഫ് അച്ചാർ കിടപ്പുണ്ട്. അത് ശരി. അച്ചാറിട്ട് കൊടുത്ത് പിന്നെ ചെമ്മീൻ അച്ചാറിട്ട് പിന്നെ കൊടുത്ത്. ചെമ്മീൻ അച്ചാർ. അങ്ങനെ ഓരോന്ന് തിന്ന്. അതെ അതെ. അങ്ങനെയാണ് അവരെന്നെ കഴിപ്പിച്ചത്. ഞങ്ങൾ അമ്മ പറയണ ഞാൻ ചേരപ്പാമ്പിനെ വരെ തിന്നും. ആര്? രമ്യമ്മ പറയും. ആ ശരണ്യയുടെ അമ്മ. അങ്ങനെ പറയണം, കാരണം എനിക്കറിയാം. കാണുന്നവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. രമാമ്മ പറയുന്നു. അതെ, വേപ്പിലയും കൂടി ഇടട്ടെ ഞാൻ. ആ വേപ്പില കണ്ട ശരണ്യ ഒന്ന് ഇളക്കി നോക്കിക്കേ. ഞാൻ കണ്ടിട്ട് പാത്രം കഴുകാൻ പോയത്. സൂപ്പർ ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് എണ്ണയല്ല കേട്ടോ, കോഴിക്ക് നെയ്യ് ഉണ്ടായി. ആ പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് അങ്ങനത്തെ കളറിലൊക്കെ ഇരിക്കുന്നത് അല്ലേ? ആരും തെറ്റിദ്ധരിക്കരുത്, എണ്ണയല്ല കേട്ടോ, നെയ്യാ. ചിക്കന് ഇച്ചിരി നെയ്യ് ഉണ്ടായിരുന്നു. ആ അമ്മ വേപ്പില കഴുകിയെടുത്തിട്ടുണ്ട്. വേപ്പില ഇടാൻ പോവുകയാണല്ലേ? ആ വേപ്പില ഇടാം. ആ അപ്പൊ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറി റെഡിയായി. നമുക്ക് ഇപ്പം പൊറോട്ട കിട്ടുവാണെങ്കിൽ ചിക്കനും പൊറോട്ടയും കൂടെ തിന്നാലോ? എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഇണക്കി തരാം കേട്ടോ പൊറോട്ട. അയ്യോ വേണ്ട. എന്റെ ശരണ്യ, ചിക്കൻ കറി റെഡിയായി. എനിക്കറിയാം ശരണ്യ. എനിക്ക് ആ പൊറോട്ട വേണ്ട. വേണ്ട. അടച്ചു വെക്കാനോ? അടച്ചു വെക്കാം. എന്നെ നല്ല വിശ്വാസമാണ് എന്റെ ശരണ്യ. പൊറോട്ട തിന്നിട്ട് ഞങ്ങൾക്ക് പറ്റിയ അവസ്ഥ ഞങ്ങൾക്ക് അറിയാം. പൊറോട്ട ചപ്പാത്തി ഉണ്ടാക്കി നല്ല തീമല്ലേ. എന്നാ ശരി ശരണ്യ, എന്നാ ചിക്കൻ വറുത്ത് പോയി ഞാൻ പൊറോട്ട മേടിച്ചെങ്കിലും തരാം. ശരി ശരണ്യ. ഉണ്ടോ? ആ നമ്മുടെ ചിക്കനൊക്കെ നല്ല മഞ്ഞളൊക്കെ പുരട്ടി സെറ്റായിരിക്കുകയാണല്ലേ? ഞാൻ പിച്ചിനകത്ത് കയറ്റി വെച്ചായിരുന്നു മഞ്ഞപ്പൊടിയിലും പറ്റിയിട്ടേ. ആ ആ അപ്പൊ അമ്മ അവിടെ ചിക്കൻ കറി മാറ്റിക്കൊണ്ടിരിക്കും. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് എടുത്തോണ്ട് വരാം. ആ ശരി ശരി. ശരണ്യ എന്താ പേസ്റ്റ് കൂട്ടുകാരെ കാണിച്ചില്ലല്ലോ? ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ? വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്നിച്ചിട്ട് ഞാൻ പേസ്റ്റ് ആക്കി. പേസ്റ്റ് ആക്കി. ഇനി നമുക്ക് നടക്കാം. ആ അതൊന്ന് ഇളക്കി കൊടുക്കുക. അമ്മ അവിടെ എന്തോ തിരുതിപ്പണിയില്ല. തോരനൊക്കെ ആ എടുത്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റും. ആ അതെ. അങ്ങനെ പേര് ശരണ്യ അങ്ങനെ മുളക് പൊടി ഇടിയണം. അവിടെ അമ്മ തോരൻ ആ പാത്രത്തിൽ ഇട്ടേച്ചു ഒന്ന് കാണിക്കണം കേട്ടോ അമ്മ. ആ കാണിക്കാം. ആ ശരണ്യ മുളക് പൊടി ഇടുമ്പോ സൂക്ഷിക്കണം കേട്ടാ. മുളക് പൊടി ഞാനിട്ട് തന്നെ മുളക് പൊടി ഞാൻ ഇട്ടു. എരിവ് വേണോ? ആ കുറച്ച് മതി എരിവ്. പിന്നെ കാശ്മീർ മുളകാകുമ്പോ എരിവ് അങ്ങനെ വരത്തില്ല. പിന്നെ കുരുമുളക് പൊടി ഇടും. ആ ദേ അമ്മ ദേ തോരൻ തോരൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ ബീൻസ് തോരൻ. ബീൻസ്. ആ കുരുമുളക് പൊടി കുരുമുളക് പൊടി. ആ അതാണല്ലേ ഇടണം. കേട്ടില്ല ഇതാ. ആ ഇല്ല. അപ്പൊ നമുക്കൊന്ന് ഇളക്കാം. നമുക്ക് ഇച്ചിരി മുട്ടയും കൂടി ഇട്ടാലോ? മുട്ട ആ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് മുട്ട പൊട്ടിച്ചിട്ടാ. സാധാരണ രീതി വീടുകളിൽ ചെയ്യണ പോലെ ചെയ്താൽ മതി. ഞാൻ വെക്കുന്ന എങ്ങനെ എനിക്കറിയാമേ. അതെ അതെ അതെ. ചിക്കൻ വറക്കുന്ന നമ്മള് വീടുകളിൽ സാധാ ചെയ്യണ പോലെ ചെയ്യാം. ചെയ്യാം. മുട്ട പൊട്ടിച്ചു കൂടമ്മ.
ഞങ്ങളെങ്ങനെ അറിയാവോ? ആ ഇച്ചിരി മുളക് പൊടിയും വരുത്തി അതെ. ചെയ്യുന്നത്. അതാകുമ്പോ കുഴപ്പമില്ല. എന്താണ് മുട്ട പൊട്ടണില്ലേ അങ്ങോട്ട്? കുറെ നേരമായിട്ട് അങ്ങോട്ട് ഒരു താമസം. മുട്ടയുടെ തൊണ്ട അതിൽ വീഴാൻ പാടില്ല. ആ അതുകൊണ്ടാണ്. അതാണ് അങ്ങനെ ഇതൊന്ന് മൊത്തം ഒന്ന് കലക്കി പിടിപ്പിക്കണം അല്ലേ? കൂട്ടുകാരെ ശനിയുടെ കുഞ്ഞി കൈ കൊണ്ട് അങ്ങോട്ട് ഇളക്കി തീർന്നെന്ന് തോന്നണം. പിന്നെ ഒരു കൂട്ടുകാരെ ഒരു കുഴപ്പമുണ്ട്. ആ ഇളക്കി വരുമ്പോ എന്റെ കയ്യിൽ നിന്ന് കാണത്തില്ല. അതെന്താ? കൈ ഊത്തലെടുത്തിട്ട് കിടക്കാൻ പാടായിരിക്കും. ശരണ്യ ഞാൻ ചട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ആയി വന്നല്ലേ? ആയി വേണം. പിന്നെ അത് കുറെ നേരമായിട്ട് മാറ്റി വെച്ചിരിക്കുക എന്നല്ലേ? ചിക്കൻ പെരട്ടിയത് മാറ്റി വെച്ചിരിക്കുക. ആ അപ്പൊ കൂട്ടുകാരെ ഞങ്ങളെ കൊലം എടുത്തു. അതേ കണ്ട കൂട്ടുകാരെ, നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും പുട്ടിൻ്റെ മേളമായിരിക്കും. ശരണ്യേ എത്തുവാ? ഒന്ന് നോക്കിക്കേ. ആ എത്തു. അപ്പൊ കൂട്ടുകാരെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നു. ശരണ്യ അയ്യോ എനിക്കൊരു ഉപകാരം ചെയ്തതാണ്. സവോള ഇങ്ങനെ അരിഞ്ഞരിഞ്ഞാണ്. അച്ഛൻ അരിഞ്ഞതുണ്ടായിരുന്നു. അത് അമ്മ എടുത്ത് മൊത്തം. ആണല്ലേ? ആ ചിക്കൻ കറിക്ക് വേണമായിരുന്നു. ആ അപ്പൊ അരിഞ്ഞു തരാം. ഞാനിപ്പോ തന്നെ അരിഞ്ഞു തരാം. ഞാൻ കുറച്ച് മതിയല്ല? ഒരെണ്ണം മതിയല്ലേ? ആ ശരി. തരുവോ? ഞാൻ അച്ഛൻ ഇത് അറിയണം. എനിക്ക് സാധനം ഇഷ്ടമല്ല. കാണാൻ തന്നെ എന്റെ കൈ ഒതുങ്ങത്തില്ല. വേണ്ട അത് കാണിച്ചു കൊടുത്തേ. സൂം ചെയ്ത് കാണിച്ചു തരാം. നൈസായിട്ട് അരിയാൻ പറ്റും. ഇത് കണ്ട ഇതിവിടെ ഉണ്ടായിട്ട് എടുക്കാതെ ഇരുന്നത്. ഇന്നലെ ആർക്കും വേണ്ടായിരുന്നു. അതെ കൂട്ടുകാരെ കണ്ട ഞാൻ നല്ല നൈസായിട്ടൊക്കെ അരിഞ്ഞിട്ടുണ്ട്. തീരെ നൈസായിട്ടൊക്കെ അല്ലേ ശരണ്യ? അതെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടല്ലോ. ആ അപ്പൊ ഇനി നമുക്ക് ചിക്കൻ ഇട്ടേക്കാം അല്ലേ? ആ അപ്പൊ ചിക്കൻ വറുത്ത് കോരും മുമ്പ് സവോള റെഡിയാക്കിയിട്ടുണ്ട്. വേപ്പില വെച്ചോ. ഇതിടുമ്പോ പറയണ്ടേ? ഞാൻ മാറി നിന്നേനെ. ശരണ്യ ഓടിക്കളഞ്ഞു. ഞാൻ പറ്റേ നിന്ന്. ഈശ്വര. ആ ഇതെനിക്ക് മുതലായി അല്ല. ഞാൻ മാറി നിൽക്കാം. ഇച്ചിരി കൂടി. ആ ചിക്കൻ കാലങ്ങോട്ട് ഇട്ടപ്പ ആഹാ സൂപ്പർ അടിപൊളിയായിട്ട് 2 കാല് തന്നെ ആദ്യം വറുത്തെടുത്തേക്ക്. ശരണ്യ സൂക്ഷിക്കണം കേട്ടാ. ആ അതാ ഞാനിടണാ? അയ്യോ എന്നാലും എന്റെ ശരണ്യയുടെ കൈ കൊള്ളിയൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുവാ? ആ ഇതിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ. അതുകൊണ്ടാണല്ലേ? അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ചിക്കൻ അതിൽ കിടന്നൊന്ന് ഫ്രൈ ആയി വരട്ടെ അല്ലേ? മറിച്ചിട്ടാ അത്? മറിച്ച് കിടന്ന് വേകട്ടെ അല്ലേ? ആ അതെ. ശരണ്യ ഇന്നെന്താ അമ്മയും മകളും ഭയങ്കര ചിരിയാണല്ലോ. ആര്? ഷോ ഞാനില്ലാതെ പോയി. ആണോ? അപ്പൊ ഇനി ഇത് ഒന്ന് ആയി വരട്ടെ അല്ലേ? ആയിട്ടൊക്കെ അത് ചെറിയ പീസായോണ്ട് മൂത്തുക. എന്നാ ബാക്കിയെല്ലാം കൂടി ഒന്നിച്ച് കാണിക്കാം നമുക്ക് കൂട്ടുകാർ. ആണല്ലേ? എന്നാ ബാക്കി എല്ലാം കൂടി ആയിട്ട് കാണിക്കാം. ശരണ്യ ഇതെന്നാണ് ചിക്കൻ കാല് കുത്തി നിർത്തിയിരിക്കണം? അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കണം. ചിക്കൻ അതിൽ നിന്ന് എണീറ്റ് ഓടുവാന്ന് ഡൗട്ടുണ്ട്. എണീറ്റ് നിർത്തിയ പോലെയൊക്കെയാണ്. എനിക്ക് അത് കുത്തി നിർത്തിയത് വെറുതെ അല്ല, വേറെ പീസ് അതിൽ ഇടാൻ വേണ്ടിയാണല്ലേ?
അതുകൊണ്ട് ചിക്കൻ കറി നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. അതിനു വേണ്ടിയാണ് മറിച്ചും തിരിച്ചും കിടത്തിയിട്ടൊക്കെ വേവിക്കുന്നത് അല്ലേ? ഞാൻ കിടത്തി എന്നിട്ട് ആ ഒരു കാലം മാത്രമല്ലേ അങ്ങനെ ചെയ്തോളൂ? അടുത്തത് ഞാനിപ്പം കുത്തും. ആണോ? ഓ, തെറിച്ച് വീഴരുത് അത്. ആ, സൂക്ഷിക്കുക ശരണ്യ, സൂക്ഷിക്കണം, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലായിട്ട് കൂടും. ആ ശരണ്യ, എന്തോ വറുത്ത് വരാൻ തുടങ്ങിയ? ആ ആ അപ്പം നമ്മുടെ ചിക്കൻ കാലിങ്ങോട്ട് വെച്ച് അടുത്തത് എടുക്കുകയാണ്. നമ്മുടെ അച്ഛൻ ആ നേരത്ത് പിന്നെയും പോയി കളഞ്ഞു. അച്ഛൻ ഇപ്പോൾ വരുവായിരിക്കും ഇനി ഒന്നിച്ചിട്ട് വരണം. അല്ലേ? നേരത്തെ പോയി. ആ, ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്. ചിലപ്പോൾ ഇപ്പോൾ വരും. മുഹമ്മദായോണ്ട് ഇപ്പോൾ വരും. അപ്പം ഇനി ബാക്കി കൂടി വറുത്ത് കോരി എടുക്കുക. അടിപൊളിയായിട്ടാണ് ശരണ്യ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നത്. ശരണ്യ, എന്തോ നമ്മുടെ അച്ഛൻ വന്നു. ഞാൻ കണ്ടു. ഞാനിപ്പോ അവിടെ വരെ പോട്ട് വന്നേ. ആ വെറുതെ വന്നിറങ്ങുന്നേ. അതെ. അപ്പം നമ്മുടെ തീർന്നില്ലേ പരിപാടി? തീരെ മൂക്കണ്ടായോ? വിശക്കണ, ചോറ് തിന്നണ്ടേ? ശരി, എനിക്ക് ചിക്കൻ കറിയും ശരണ്യക്കൊക്കെ ചിക്കൻ വറുത്ത് അതെന്താ ചിക്കൻ മൊത്തം തിന്നാല്? തിന്നാലാ? ഞാൻ തിന്നിയല. ഞാൻ വറുത്തതൊന്നും തിന്നിയല. ഞാൻ പാത്രത്തിൽ വറുത്തതും പൊരിച്ചതും ഒന്നും തിന്നത്തില്ല. ഞാൻ പൊളിച്ചു തന്നോളാം, പേടിക്കണ്ട. ആ, ദേ നമ്മുടെ അച്ഛൻ വന്നല്ല. അച്ഛ, ഓ ശരണ്യ പറയണ ഞാൻ ചിക്കൻ വറുത്തത് തിന്നണമെന്ന്. ഞാൻ തിന്നു. ചോറിന സമയം പോയല്ലേ? ആണെന്നേ, ഇത് സമയം പോയി. അത് കറണ്ട് ഇല്ല അച്ഛാ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്യണായിരുന്നു. അപ്പൊ അതിനൊക്കെ കറണ്ട് ഇല്ലാതെ. ആ, ശരണ്യ എന്നാ നമുക്ക് ഇനി ചോറ് കഴിക്കണം. കൂട്ടുകാരെ, ഞങ്ങൾ 4 പേരും കൂടെ കഴിക്കാം. ചോറുണ്ണാൻ പോടും. അതെ, ദേ കണ്ട അച്ഛനും ഉണ്ട്. അപ്പൊ ഞാൻ കൂടി ഇരുന്നാ മതി ഇനി. അതെ. അപ്പൊ കൂട്ടുകാരെ, ദേ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ചിക്കൻ വറുത്തത്, പിന്നെ ദേ നമ്മുടെ തൈര്, പിന്നെ നമ്മുടെ ചിക്കൻ കറി, പിന്നെ അതുകൂടാതെ നമ്മുടെ തോരൻ. അപ്പൊ അങ്ങനെ ഞങ്ങള് 4 പേരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അതെ 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 അതെ. അപ്പൊ ശരണ്യ ഒന്നെടുത്ത് ചിക്കൻ കാലം അമ്മക്ക് കൊടുക്കാം. ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോണ നമ്മുടെ ചിക്കൻ ചോറിന് ചിക്കൻ കാലിടയ്ക്ക് വരിക. അതെ നമ്മളെപ്പോഴും കൊടുക്കാൻ തയ്യാറാണ്. നമ്മളെ ആര് വന്നാലും നമ്മൾ ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കും. അതെ അതെ ചിക്കൻ എപ്പോഴും ഉണ്ടായാലോ വരുന്നവർക്ക് മേടിച്ച് ചെയ്തു തരും. അതെ. മേടിച്ച് റെഡിയാക്കി തരും. ആ ഈ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ബീഫും ചിക്കൻ. ആ, അപ്പൊ എന്നാ നമുക്ക് നമ്മുടെ അല്ലേ? അപ്പൊ കൂട്ടുകാരെ, ഞങ്ങള് കഴിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതെ, ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതെ. അപ്പൊ നിങ്ങൾക്കുള്ള സുഖമല്ലേ, ഞങ്ങൾക്ക് സുഖം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.